2025 സ്വർണം ഏകദേശം 50% അടുത്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട്. സ്വർണ്ണം ശരിക്കും മിന്നിത്തിളങ്ങി നിൽക്കുകയെന്ന് തന്നെ പറയാം. ഇനി സ്വർണത്തിൻ്റെ പ്രൈസ് എവിടെ വരെ പോവും, അതിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ചോദ്യങ്ങൾ. ഇത് ശരിക്കും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. 10 ഗ്രാമിൻ്റെ വില 1 ലക്ഷം കഴിഞ്ഞ് 1,10,000-ലെത്തി. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് ഇനിയും ഉയർന്ന് 1,20,000-ലേക്കും 1,30,000-ലേക്കും മറ്റ് ചിലർ 1,50,000-ലേക്ക് വരെ ഉയരുന്നും പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സൈഡിൽ അനലിസ്റ്റ് പറയുന്നത് ഇതൊരു ബുൾ റണ്ണിൻ്റെ അവസാനമായിരുന്നു, ഇനി ചിലപ്പോൾ വരാൻ പോകുന്ന ഒരു 38% ഫോളിലേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സ്വർണം വാങ്ങണോ, എൻ്റെ കയ്യിലുള്ള സ്വർണം ഞാൻ വിറ്റൊഴിവാക്കണോ, അതോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യണോ? ഈ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് വിഷ്ണു ടി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്വർണ്ണവില ഇങ്ങനെ കുത്തനെ ഉയരുന്ന സമയത്ത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു 2 അഭിപ്രായം വരാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ബുൾ റണ്ണിൻ്റെ തുടക്കമാണ്. അപ്പോൾ രണ്ടാമത്തെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറയാം, ഇത് 2012 സംഭവിച്ച കാര്യം ഓർമ്മയില്ലേ, അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ്. 2012 എന്താ സംഭവിച്ചത്? 2012 മുൻപ് ഇതേപോലെ സ്വർണം സെയിം രീതിയിൽ കുത്തനെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2012 മുതൽ 2019 വരെ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലിറ്ററലി 7 ഇയേഴ്സ് നോ റിട്ടേൺസ് ആയിരുന്നു. പക്ഷെ നമ്മളൊരു 50 കൊല്ലം 100 കൊല്ലമൊക്കെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്വർണം ഇങ്ങനെ സ്റ്റഡിയായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നില്ല. അതിന് ഉയർച്ചയും താഴ്ചയുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്രൈസിസിലൂടെ ഒരുപാട് സൈക്കിൾസിലൂടെ കടന്നു പോയിട്ട് തിളങ്ങി നിന്നിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടിയാണ് സ്വർണം. അപ്പോൾ സ്വർണത്തിന് ഈ കാണുന്ന ഉയർച്ചയും താഴ്ചയും ഈ എക്സ്പേർട്സിൻ്റെയും അനലിസ്റ്റുകളുടെയും അഭിപ്രായം ഒന്നും ഉത്തരമില്ല എന്ന് പറയാം. 2025 സ്വർണം ഈ 50% ഉയരാൻ വേണ്ടിയിട്ടുള്ള കാരണക്കാരനായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഒന്നാമതെന്ന് പറയുന്നത് റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ് ഇവരൊക്കെ തമ്മിലുള്ള ഒരു യുദ്ധഭീഷണി എപ്പോഴും നിലനിന്നുണ്ടായിരുന്നു. അതുപോലെ US ചൈന താരിഫ് യുദ്ധം, US ഡോളറിൻ്റെ മൂല്യത്തിൽ വരുന്ന ചാഞ്ചാട്ടം, പിന്നെ ഉപഭോക്താക്കളുടെ വിശ്വാസം തകർന്നു പോവുക. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ കൊല്ലം വളരെയധികം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം കൊണ്ട് പണം നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് സേഫ്റ്റി തോന്നുന്നത് സ്വർണ്ണത്തിലാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ സ്വർണ്ണം ഭയങ്കരമായിട്ടുള്ള ക്രാഷിലേക്കൊന്നും പോയിട്ടില്ല. വേറെ ഏത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് നോക്കിയാലും ഇത്രയ്ക്കും വിശ്വാസം ലോകത്തിന് തന്ന, അല്ലെങ്കിൽ ലോകം ഇപ്പോഴും വിശ്വസിക്കുന്ന വേറൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഇല്ലെന്ന് തന്നെ പറയാം. പണം വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻസിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വമാണ് സ്വർണം നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം മാർക്കറ്റിൽ എന്തൊക്കെ ക്രൈസിസ് വന്നാലും ഇത് നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള നഷ്ടം തരില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇത് ശരിക്കും ലിറ്ററലി റിട്ടേൺസ് ഒന്നും തരുന്നില്ല. കാരണം സ്വർണ്ണം എവിടെയാണ് റിട്ടേൺ തരുന്നത്? നമ്മൾ സ്വർണ്ണമായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ ഒരു 10 പവൻ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. 10 കൊല്ലം കഴിഞ്ഞാൽ 10 പവൻ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. ലിറ്ററലി അത് വിൽക്കുമ്പോഴല്ലാതെ അവിടെ റിട്ടേൺസ് ഇല്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ഡിവിഡൻഡ് പോലെയോ ഇൻട്രസ്റ്റ് പോലെയോ അല്ലെങ്കിൽ നമുക്ക് റെൻ്റൽ ഇൻകം പോലെയോ തരുന്ന റിട്ടേൺ ആണ്. അസറ്റിൻ്റെ മുകളിൽ വരുന്ന റിട്ടേൺ. ഇപ്പോൾ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അവിടെ നിന്ന് റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു തരത്തിലുള്ള റിട്ടേൺ തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല ശരിക്കും സ്വർണം. പക്ഷേ കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ സ്വർണം നമുക്ക് കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വിശ്വാസം, ഒരു സേഫ്റ്റി ഫീൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല സാഹചര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ ലോക്കറിൽ സ്വർണം സൂക്ഷിച്ച് വെക്കുന്നത്. എന്തിനാണ്? അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യാൻ കൂടിയാണ്. എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ സ്വർണം നമ്മളെ സേവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിനും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു തെറ്റായ ധാരണയുണ്ട്, സ്വർണം അതുപോലെ തന്നെ ഇക്വിറ്റി ഇത് രണ്ടും ഓപ്പോസിറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നാണ്. പക്ഷേ ഞാനത് വീഡിയോ കുറച്ചും കൂടി മുന്നിലോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഡിസ്കസ് ചെയ്യാം. 2008 കേസ് നോക്കുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക തകർച്ച സംഭവിച്ച സമയത്ത് സ്വർണം ഫോളായിട്ടുണ്ട്. സ്വർണം നല്ല രീതിയിൽ ഫോളായിട്ടുണ്ട്. ആ ഫോളായ സ്വർണം പിന്നെ അവിടെ നിന്ന് ഒരു 150% റിട്ടേണാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം അത് നേടിയിട്ടുണ്ട്. അവിടെ നല്ല വിശ്വാസം വന്ന് വളരെ പണ്ട് കാലം തൊട്ട് വിശ്വാസം ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നീട് ആ ജനങ്ങൾക്ക് ഒരു മനസ്സിൽ സംഭവമുണ്ട്, മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന്.
ഹിസ്റ്ററി അത് ശരിയാണെന്ന് തന്നെ പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കണം നോക്കി കഴിഞ്ഞാൽ ട്രംപ് അമേരിക്കയിൽ പല മണ്ടൻ തീരുമാനങ്ങൾ എടുക്കും. അത് സ്റ്റോക്ക് മാർക്കറ്റിനെ മൊത്തം ഇങ്ങനെ പിടിച്ച് കുലുക്കും. അത് സ്വർണത്തിൻ്റെ പ്രൈസ് ആകാശത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും മാർക്കറ്റ് ഒരു പോയിൻ്റിൻ്റെ അപ്പുറത്തേക്കല്ല അങ്ങനെ ശരിക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റിസഷനൊന്നും വരണം, ഇന്ന സമയത്ത് റിസഷൻ വരും, ഇത്ര % റിസഷൻ വരും, പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം കൃത്യമായിട്ട് എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ മാർക്കറ്റിൽ രണ്ടഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല. കാരണം എപ്പോഴും രണ്ടഭിപ്രായമുണ്ട്. ഒരു സൈഡിൽ ഒരു എക്സ്പെർട്സ് പറയുന്നുണ്ട് സ്വർണം ഇനിയും ആകാശത്തേക്ക് ഉയരും, മറ്റേ സൈഡിൽ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് സ്വർണം 38% വരെ ക്രാഷിലേക്ക് പോകാം. അപ്പോൾ രണ്ട് പേരുടെയും അഭിപ്രായം സെയിമായി പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ റിസഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ അൺസർട്ടിനിറ്റീസ് എപ്പോഴും അതൊക്കെ അൺസർട്ടിനിറ്റീസ് തന്നെയാണ്. നമ്മൾ പ്ലാൻഡ് ആയിട്ട് വേണം ഇരിക്കാൻ. ഒരു പോയിൻ്റ് വരെ ആ പ്ലാൻ വർക്ക് ആവുള്ളൂ. സ്വർണം ഇന്ത്യ എന്ന രാജ്യത്തെ മൊത്തമായിട്ട് സേവ് ചെയ്ത ഒരു കഥയുണ്ട്. 1991 ഇന്ത്യ ഒരു തരത്തിൽ ബാങ്ക്രപ്റ്റ് ആയെന്ന് തന്നെ പറയാം. 3 മാസം കൂടി ചിലവാക്കാനുള്ള ഫോറിൻ കറൻസീസാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളെ രക്ഷിച്ചത് സ്വർണ്ണമാണ്. 47 ടൺ സ്വർണം ലണ്ടനിലേക്ക് അയച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഫോറിൻ കറൻസീസ് കണ്ടെത്തി അങ്ങനെയാണ് നമ്മൾ ഒരു തരത്തിൽ ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്ത് പോയത്. അപ്പോൾ തലേനയുടെ ഉള്ളിലും അലമാരയുടെ ഉള്ളിലൊക്കെ സ്വർണം സൂക്ഷിച്ചു വയ്ക്കുന്ന അമ്മമാരുടെ മാത്രം വിശ്വാസവും പ്രതീക്ഷയും സെക്യൂരിറ്റിയും മാത്രമല്ല സ്വർണം, ഒരു രാജ്യത്തിൻ്റെ മൊത്തം പ്രതീക്ഷയും വിശ്വാസവും സെക്യൂരിറ്റിയും സ്വർണത്തിലുണ്ട്. അന്ന് ഇന്ത്യയുടെ കയ്യിൽ 47 ടൺ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 879 ടണ്ണിൻ്റെ സ്വർണം ഉണ്ട്. ഇത് ഫോറക്സ് റിസർവിൻ്റെ 11% ആണ് ഇന്ത്യയുടെ ഇടം. അതുപോലെ ആഗോള കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. ഈ ട്രംപിൻ്റെ തീരുമാനങ്ങൾ കാരണം ഡോളറിൻ്റെ പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരും. അതും സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിലും നമ്മൾ സേവ് ചെയ്യുന്നത് സ്വർണ്ണമാണ്. സ്വർണം കറൻസീനെ റിപ്ലേസ് ചെയ്യുന്നു എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമുക്ക് സുരക്ഷിതമായ അന്തരീക്ഷം നിലനിൽക്കാൻ സ്വർണം അത്യാവശ്യം തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്നത് ബാങ്കിൻ്റെ ലോക ബാങ്കുകളുടെയും രാജ്യത്തിൻ്റെയും സമ്പദ്ഘടനയെ പറ്റിയിട്ടാണ്, അല്ലാതെ വീട്ടിലത്തെ കാര്യമല്ല കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. രാജ്യത്ത് ജനങ്ങൾ സ്വർണം വാങ്ങുന്നതിൻ്റെ അളവിലും രീതിയിലും ലാസ്റ്റത്തെ കുറച്ച് കൊല്ലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗണ്യമായ മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2021 610 ടൺ സ്വർണ്ണാഭരണങ്ങളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. 2024 ആയപ്പോഴേക്കും അത് 563 ടണ്ണിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ഗോൾഡ് ETF, ഡിജിറ്റൽ ഗോൾഡ് ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. 2022 ഈ ഇൻസ്ട്രുമെൻസിൽ 460 കോടിയുടെ നിക്ഷേപമായിരുന്നു ഉണ്ടായിരുന്നത്. 2024 കടന്നപ്പോഴേക്കും 9224 കോടിയിലെ ഏകദേശം 8500 കോടിയിൽ അധികം രൂപയുടെ നിക്ഷേപം സ്വർണ്ണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ആഭരണത്തിലല്ല, മറ്റ് ഇൻസ്ട്രുമെൻസിലാണ്. ഈ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ഇന്ത്യയിൽ സ്വർണം ആഭരണമായിട്ട് വാങ്ങുന്ന ഒരു കൾച്ചർ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗോൾഡിനെ ETF ആയിട്ടും ഡിജിറ്റൽ ഗോൾഡായിട്ടും അല്ലെങ്കിൽ വേറെ സോവറിൻ ഗോൾഡ് ബോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റി വാങ്ങുന്നതിൻ്റെ ആ കൾച്ചർ കുത്തനെ കൂടി എന്ന് തന്നെ പറയാം. 10 മടങ്ങോളം ഉയർന്നു എന്ന് വേണം തന്നെ പറയാം. അതായത് സ്വർണത്തിലുള്ള വിശ്വാസം എവിടെയും കുറഞ്ഞിട്ടില്ല. സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിൻ്റെ ആ രീതി ആണ് മാറിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ചിന്തയുണ്ട്, സ്വർണവും ഇക്വിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന അസറ്റ് ക്ലാസസ് ആണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2006 മുതൽ 2024 വരെയുള്ള കൊല്ലം അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്വർണം ഇക്വിറ്റിയും, അതായത് ഇക്വിറ്റി താഴത്തേക്ക് പോയപ്പോൾ സ്വർണം ഉയർന്ന ആ ഒരു കേസുകൾ 1-2 കേസുകൾ അല്ലെങ്കിൽ 3-4 കേസുകൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. മിക്ക സമയത്തും രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയായിരുന്നു. ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ സ്വർണ്ണമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന്? അത് ചിന്തിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ചെറിയൊരു ഡാറ്റയും കൂടി നമുക്ക് നോക്കാം. 1980-89 കാലഘട്ടത്തിൽ സ്വർണം കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 0% ആണ്. 96 മുതൽ 2002 വരെയും 12 മുതൽ 2019 വരെയും റിട്ടേൺ 0 തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കൊല്ലങ്ങളിൽ സ്വർണം നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. ഫ്ലാറ്റായി കിടക്കുന്ന അതിൻ്റെ ഇടയിൽ നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിലും സ്വർണം നല്ല റിട്ടേൺസ് തന്ന കൊല്ലങ്ങളുണ്ട്. ഇനി ഓൺലൈനിൽ നമ്മൾ കാണുന്നതൊക്കെ ഒരു പോയിന്റ് വരെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. അതിൽ പറയുന്നത് എന്താ, എല്ലാ കാലം സ്വർണ്ണം കുത്തനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയുന്നവർ
അങ്ങനെ പറയുന്ന ആൾക്കാരെന്താ ലാസ്റ്റത്തെ ഫ്യൂസിൻ്റെ ഡാറ്റ മാത്രമായിരിക്കും എടുത്ത് നോക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ പുറകെ 50-60 കൊല്ലമൊക്കെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ വ്യക്തമായ ഡാറ്റ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സ്വർണ്ണം ഫ്ലാറ്റായി കിടക്കുന്ന കൊല്ലങ്ങളുണ്ട്, സ്വർണ്ണം ക്രാഷ് പോയ കൊല്ലങ്ങളുണ്ട്, അല്ലാണ്ട് എല്ലാ കൊല്ലം അല്ലെങ്കിൽ 200 കൊല്ലം 300 കൊല്ലം സ്വർണ്ണ കുത്തനെ മുകളിലോട്ട് മാത്രമല്ല പോയിട്ടുള്ളത്. സ്വർണ്ണം എന്ന് മാത്രമല്ല, ഒരൊറ്റ അസറ്റ് പോലും കുത്തനെ എപ്പോഴും മുകളിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കില്ല. എല്ലാത്തിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. എല്ലാം സൈക്കിൾസിലൂടെ ആയിരിക്കും കടന്നു പോവുക. ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും സേവ് ആകാൻ പറ്റും. നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും സ്വർണ്ണം സിൽവർ മാത്രം വെച്ച് കുത്തി നിറയ്ക്കരുതെന്ന് ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റോക്സ് വേണം, അവിടെ ബോണ്ട്സ് വേണം, അവിടെ ചിലപ്പോൾ FD വേണ്ടി വരും, ചിലപ്പോൾ സേവിങ്സ് ബാങ്കിൽ നമ്മളുടെ പൈസ സേവ് ചെയ്യേണ്ടി വരും. ഈവൻ ഇന്ത്യയുടെ ഫോറക്സ് റിസർവിൽ 11% മാത്രമാണ് സ്വർണ്ണം. ഇന്ത്യക്ക് അറിഞ്ഞൂടെ സ്വർണ്ണം ഇമ്പോർട്ടൻ്റ് ആണെന്ന്? ഇന്ത്യയിലുള്ളവർ അത് കൺട്രോൾ ചെയ്യുന്നവർ മണ്ടന്മാരാണോ? അവർക്ക് അങ്ങനെയാണെങ്കിൽ ഒരു 50% 80% സ്വർണ്ണം മാത്രമായിട്ട് എടുത്തൂടെ? അപ്പോൾ സ്വർണ്ണത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണം ഒരു വിശ്വാസം, സെക്യൂരിറ്റി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ റിട്ടേൺ നമുക്ക് തരുന്നില്ല. പക്ഷേ അതിന് പറ്റിയൊരു സ്കീം നമ്മളവിടെ ഉണ്ടായിരുന്നു, സോവറിൻ ഗോൾഡ് ബോണ്ട്. സ്വർണ്ണത്തിൻ്റെ റിട്ടേണിന് പുറമെ 2.5% എക്സ്ട്രാ റിട്ടേൺ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിർത്തലാക്കി. ഗവൺമെൻറ്റിന് അത് നഷ്ടമാണെന്നും നമ്മളത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാൻ തുടക്കത്തിൽ 3 ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലെ മറുപടി നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്വർണം ഞാനിപ്പോൾ വാങ്ങണോ, അപ്പോൾ പ്രൈസ് നല്ല കൂടുതലല്ലേ എന്നുള്ളത്. അപ്പോൾ സ്വർണം വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അത് എൻ്റെ കയ്യിലുള്ള എമൗണ്ട് എടുത്ത് ബൾക്കായിട്ട് സ്വർണം വാങ്ങുക എന്നുള്ളതല്ല, നിശ്ചിത ഇടവേളകളിൽ അതൊരു SIP ഒക്കെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സ്വർണ്ണം ഇപ്പോൾ വിറ്റ് ഒഴിവാക്കണോ? വിറ്റ് ഒഴിവാക്കിയിട്ട് ആ സ്വർണ്ണത്തിൻ്റെ പൈസ കൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ അത് വിറ്റ് ഒഴിവാക്കാതെ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പകരം നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടിയും സ്വർണ്ണം ആഡ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക്. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സമയം ഇല്ല. എപ്പോൾ റിസഷൻ വരും, അല്ലെങ്കിൽ എപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആവും, എപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കൂടും കുറയും എന്നുള്ള ഈ ചോദ്യങ്ങൾക്ക് എക്സ്പേർട്സിൻ്റെയിലും അനലിസ്റ്റിൻ്റെയിലും വരെ ഉത്തരമില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഏതാണ് റൈറ്റ് ടൈം ടു ബൈ ഗോൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ചോദ്യം തന്നെ പ്രസക്തി ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, സ്വർണ്ണം എന്നല്ല ഏതൊരു അസറ്റ് ക്ലാസ് ആണെങ്കിലും അവിടെ സിസ്റ്റം ആയിരിക്കും വിൻ ചെയ്യുക, ഇമോഷൻസ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇമോഷൻസിൻ്റെ മുകളിലെടുക്കുന്ന മിക്ക തീരുമാനങ്ങളും റോങ് ആവാനാണ് സാധ്യത. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം തരാം. അപ്പോൾ ഇമോഷൻ്റെ പുറകെ പോകാതെ സിസ്റ്റം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.